ഒരു 8 മണിയൊക്കെ ആകുമ്പോഴാണ് അമ്പിളി എണീക്കാറ്. അത് കഴിഞ്ഞ് കുറച്ച് നേരം ബെഡിൽ തന്നെ കിടക്കും, കുറച്ച് നേരം കളിക്കും. പിന്നെ അമ്പാട്ടീനൊക്കെ തൊഴുതതിന് ശേഷം അച്ഛൻ വന്നിട്ടുണ്ടാവും. എന്നും ഒട്ടുമിക്ക ദിവസവും അച്ഛൻ വരും വീട്ടിലേക്ക്. അപ്പോൾ അച്ഛൻ്റെ ഒപ്പം കറങ്ങാനായിട്ട് ടാറ്റ പോവും. ടാറ്റയൊക്കെ കഴിഞ്ഞ് വന്ന് പൂവൊക്കെ കിട്ടിയ സന്തോഷത്തിലാണ് അവൾ. കുളി കഴിഞ്ഞിട്ടില്ല കേട്ടോ. പ്രസാദം തൊട്ടത് ഞാൻ തൊടുന്ന സമയത്ത് അവൾക്കും തൊടണം എന്ന് പറയുമ്പോൾ തൊട്ട് കൊടുക്കാറുള്ളതാണ്. അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ്. ഇന്ന് ദോശയായിരുന്നു. ദോശയും സാമ്പാറും കൂട്ടി കഴിച്ചു. പകുതി ദോശ കഴിച്ചുള്ളൂ. പിന്നെ ഹസ്ബൻഡ് അമ്പലത്തിലാണ് വർക്ക് ചെയ്യണത്. അപ്പം അത് കഴിഞ്ഞ് വരുമ്പോൾ വീണ്ടും ഒരു ടാറ്റ പോകും. സാധാരണ ഞങ്ങൾ പാടത്തേക്കാണ് കൂടുതലായിട്ട് പോവാറ്. അവിടെ പശുവിനെ കാണാമല്ലോ. കുട്ടികൾക്ക് പശുവിനെ ഭയങ്കര ഇഷ്ടമാണല്ലോ. കൂടെ നച്ചു ഉണ്ട്. നച്ചു ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ മോളാണ്. ഈ ചെടി ഏതാണെന്ന് മനസ്സിലായോ? ഇതാണ് വയൽ ചുള്ളി. ഈ കാണുന്ന വഴി ഭയങ്കര രസമാണ്. ഒരുപാട് മരങ്ങളും ചെടികളും ഒക്കെയുള്ള ടാറൊന്നും ഇടാത്ത കുഞ്ഞൊരു വഴിയാണിത്. ഈ പച്ച നിറം കാണുമ്പോൾ തന്നെ കണ്ണിന് ഭയങ്കര ഒരു കുളിർമയാണ്, മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമാണ്. ഈ വഴി നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഒരു 11-11:30 ആകുമ്പം അമ്പിളീൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് കുറുക്ക് കഴിക്കും. ഈ കാണുന്ന കുറുക്ക് മുഴുവൻ അവൾ കഴിക്കില്ല, ഇതിൻ്റെ പകുതി കഴിക്കുള്ളൂ. അത് കഴിഞ്ഞ് അവൾ ഇതെനിക്ക് വാരി എന്നെ കഴിപ്പിക്കും. പിന്നെ ഞാൻ ഫീഡ് ചെയ്യും. അവൾക്ക് ഏറ്റവും ഇഷ്ടം പാല് കുടിക്കാനാണ്. ഭക്ഷണത്തിനേക്കാളും ഇഷ്ടം പാല് കുടിക്കാനാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ അച്ഛൻ്റെ കയ്യിലിരുന്ന് താനെ ഉറങ്ങിപ്പോയി. അപ്പോൾ അതാണ് ഞങ്ങളുടെ ഒരു മോർണിംഗ് റൂട്ടീൻ. എന്നും ഇതുപോലെയൊന്നുമല്ല, ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാം സമയത്തിൽ. ചിലപ്പോൾ നേരത്തെ എണീക്കും, ചിലപ്പോൾ കുറച്ച് വൈകി എണീക്കും. അങ്ങനെ വ്യത്യാസങ്ങളൊക്കെ വരാം. സോ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.